ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ട്രോബെറിയും ബനാനയും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ഒരു ബ്ലെൻഡറിലേക്ക് നന്നായി കഴുകി ആഡ് ചെയ്യാം. സ്ട്രോബെറി ആഡ് ചെയ്തതിന് ശേഷം ഇതിന് വേണ്ടത് ബനാനയാണ്. നല്ല പഴുത്ത ബനാന യൂസ് ചെയ്യണം. നമ്മൾ ഈ ബനാനയുടെ തൊലിയുടെ പുറത്തൊക്കെ ഒരു പിന്നെ ബ്രൗൺ കുത്തൊക്കെ വരില്ലേ, അങ്ങനെ ആ ടൈപ്പ് ഓഫ് ബനാനയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ അതിൻ്റെ ന്യൂട്രീഷൻ കണ്ടൻറ്റും കൂടുതലായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഒരു ബനാന കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഈ സ്മൂത്തി നിങ്ങൾക്ക് വൈകുന്നേരം ഡിന്നറിന് പകരമായിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ബനാന ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ചിയ സീഡ്സ് ആണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചിയ സീഡ്സ് ആഡ് ചെയ്യണം. ഇനി അഥവാ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ ഈ ചിയ സീഡ്സ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ചിയ സീഡ്സ് വെയിറ്റ് ലോസിന് മാത്രമല്ല, ഇതിൽ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റിപ്പേഷനും നല്ലതാണ്. അതേപോലെ സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കാനും ഈ ചിയ സീഡ്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിഷ്യലാണ്. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിയ സീഡ്സ് ഞാനിവിടെ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ച ചിയ സീഡ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല വീർത്ത് വരും. അതാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ ചോയ്സ് ഓഫ് മിൽക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രഷ് മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, സോയ മിൽക്ക്, ആൽമണ്ട് മിൽക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ ആൽമണ്ട് മിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഫ്രഷ് മിൽക്ക് യൂസ് ചെയ്യുന്നത് കുറവാണ്. ഇനി മധുരത്തിന് വേണമെങ്കിൽ കുറച്ച് ഹണിയും ആഡ് ചെയ്യാം. ഓപ്ഷണലാണ്. നമ്മൾ പഴം ആഡ് ചെയ്തതുകൊണ്ടും സ്ട്രോബെറിയിൽ നിന്നും ഒക്കെ ഒരു ഷുഗർ കണ്ടൻറ്റ് വരും. അവിടെ എക്സ്ട്രാ ഹണിയുടെ ആവശ്യമില്ല, പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊക്കെ കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഈവൻ വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നമ്മൾ വെറുതെ സ്നാക്കൊക്കെ ചെയ്യുന്നതിന് പകരം ഇതുപോലുള്ള സ്മൂത്തി ട്രൈ ചെയ്യാൻ നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കിനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.